കണ്ണൂർ കരിവെള്ളൂരിൽ സിവിൽ പോലീസ് ഓഫീസർ ദിവ്യശ്രീയെ കൊലപ്പെടുത്തിയ കേസിൽ ഭർത്താവ് രാജേഷിന് 3 ജീവപര്യന്തം തടവും 2 ലക്ഷം രൂപ പിഴയും ശിക്ഷ. പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി KT നിസാർ അഹമ്മദാണ് ശിക്ഷ വിധിച്ചത്. 3 ജീവപര്യന്ത ശിക്ഷ അപൂർവമാണ്. 3 വകുപ്പുകളിൽ 3 ജീവപര്യന്തവും 1 വകുപ്പിൽ 7 വർഷം തടവുമാണ് വിധിച്ചത്. ശിക്ഷ ഒരുമിച്ച് അനുഭവിച്ചാൽ മതി. അപൂർവമായ കേസായി പരിഗണിക്കണമെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. 2024 നവംബർ 21 കുടുംബ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഭർത്താവ് രാജേഷ് വീട്ടിൽ അതിക്രമിച്ചു കയറി ഭാര്യ ദിവ്യശ്രീയെ ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയത്. വിവരങ്ങളുമായി സുമേഷ് മോറാട് ചേരുന്നു കണ്ണൂരിൽ നിന്ന്. സുമേഷ്, ഏറെ ഞെട്ടലുണ്ടാക്കിയ ഒരു കേസായിരുന്നു ദിവ്യശ്രീ കൊലപാതകം. സംഭവം നടന്ന് 1.5 വർഷത്തിനുള്ളിൽ കേസിൽ വിധി വന്നിരിക്കുന്നു. പ്രതിക്ക് 3 ജീവപര്യന്തം കഠിന തടവ്. ശിക്ഷാവിധിയുടെ വിശദാംശങ്ങൾ. ടോം, 2024 നവംബർ 21 വൈകിട്ട് വീട്ടിൽ വെച്ചാണ് ഈ ദിവ്യശ്രീയുടെ ഭർത്താവ് ഈ കൊഴുമ്പൽ കോട്ടൂർ പെരള KK രാജേഷ് വെട്ടിക്കൊലപ്പെടുത്തുന്നത്. ഈ വെട്ടിക്കൊലപ്പെടുത്താനുണ്ടായിട്ടുള്ള കാരണമായി ഈ കോടതി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് ഇവർ വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രേമിച്ച് കല്യാണം കഴിച്ചത്, അതായത് ഇവർ പ്രണയത്തിലായിരുന്നു. അങ്ങനെ ഈ പ്രണയിച്ച് കല്യാണം കഴിച്ചവരാണ് ഈ ദിവ്യശ്രീയും അതുപോലെ തന്നെ രാജേഷും. തുടർന്ന് ഈ രാജേഷ് ഈ ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. ആ സമയത്ത് ദിവ്യശ്രീക്ക് മറ്റു തൊഴിലുകളോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് ഈ പോലീസ് സേനയിൽ ദിവ്യശ്രീക്ക് ജോലി ലഭിക്കുന്നു. തുടർന്നാണ് ഇവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത്. തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട് കേസുകൾ നിയമ നടപടികളൊക്കെ നടക്കുന്നു. അങ്ങനെ ഈ കുടുംബ കോടതിയിൽ വരെ ഈ കേസുകൾ എത്തുന്നു. അങ്ങനെ ഈ കുടുംബ കോടതി ഈ വിവാഹമോചനവുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിക്കുന്നതിനിടെയായിരുന്നു ഇത്തരം ഒരു ഈ സംഭവം ഉണ്ടാകുന്നത്. അതായത്